ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. രണ്ടാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ. സംസ്ഥാനത്ത് നാളെ പൊതു അവധി. സുരക്ഷിതമായ വോട്ടെടുപ്പിനായി 66,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്ത് വിന്യസിച്ചു. തത്സമയ നിരീക്ഷണ സംവിധാനം ബൂത്തുകളിൽ ഏർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായ ആരോപണത്തിൽ നോട്ടീസ് അയച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 13 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 വരെ വോട്ട് രേഖപ്പെടുത്താം. വിശദാംശങ്ങളിലേക്ക്. 2,77,49,159 വോട്ടർമാരാണ് സംസ്ഥാനത്ത് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇതിൽ 5 ലക്ഷത്തിലധികം പേർ കന്നി വോട്ടർമാരാണ്. 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വോട്ടെടുപ്പിനായി 25,000-ലേറെ പോളിംഗ് ബൂത്തുകൾ സംസ്ഥാനത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. വെയിലും മഴയും ഏൽക്കാതെ ക്യൂ നിൽക്കുന്നതിനുള്ള സംവിധാനവും കുടിവെള്ളം, ശൌചാലയം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളും ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. വോട്ടർ ID കാർഡുകൾ കൈവശമില്ലാത്തവർക്ക് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് ഉൾപ്പെടെ ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ്. വോട്ടെടുപ്പ് ദിവസമായ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെയും അനുബന്ധ പോളിംഗ് സാധനങ്ങളുടെയും വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ. വോട്ടർമാരെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെയും നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥനയാണ് ഇന്ന് നടന്നത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പോലീസിന്റെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെയും കർശന പരിശോധനയും തുടരുകയാണ്. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതവും സമാധാനപൂർണവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുന്നതിന് 66,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്ത് നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിലും മാവോയിസ്റ്റ് ഭീഷണിയുള്ള പ്രദേശങ്ങളിലും കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. 8 ജില്ലകളിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും മറ്റു ജില്ലകളിൽ 75% ബൂത്തുകളിലും തത്സമയ നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വോട്ടെടുപ്പ് പ്രക്രിയകൾക്കായി 1 ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന 437 ബൂത്തുകളും ഭിന്നശേഷിയുള്ള ജീവനക്കാർ നിയന്ത്രിക്കുന്ന 6 ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്. ഭിന്നശേഷി വോട്ടർമാർക്കായി ബൂത്തുകളിൽ റാമ്പും വീൽ ചെയറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കായി ബ്രെയിലി ലിപിയിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൌരന്മാർക്കും ബൂത്തുകളിൽ പ്രത്യേക ക്യൂ സൌകര്യവും ഉണ്ടാകും. വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ മുന്നൊരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടങ്ങൾ നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലയിലെ 2,730 പോളിംഗ് സ്റ്റേഷനുകളിലും ഇലക്ട്രൽ ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ വോട്ടെടുപ്പ് സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ശൌചാലയങ്ങളും ഇന്റർനെറ്റ് ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പോളിംഗ് കേന്ദ്രങ്ങളിൽ ചൂട് പ്രതിരോധിക്കാൻ പന്തലുകൾ കെട്ടും. ജില്ലയിലാകെ 134 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ 125 തിരുവനന്തപുരം മണ്ഡലത്തിലും 9 ആറ്റിങ്ങലിലുമാണ്. കൊല്ലം ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. ജില്ലയിൽ ആകെ 1,951 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 1 വീതം സ്ത്രീ സൌഹൃദ പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ 88 പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 1,437 ബൂത്തുകളാണുള്ളത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും ബൂത്തുകളിലെ ക്രമീകരണങ്ങളും ജില്ലയിൽ പൂർത്തിയായി. ജില്ലയിലെ പ്രശ്നബാധിത ബൂത്തുകളായ 12 എണ്ണവും തത്സമയ നിരീക്ഷണത്തിലായിരിക്കും. കോട്ടയം ജില്ലയിൽ സുതാര്യവും സുഗമവുമായ വോട്ടെടുപ്പിന് ക്രമീകരണങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു.
വോട്ടെടുപ്പിന് കോട്ടയം മണ്ഡലവും കോട്ടയം ജില്ലയും ഒരുങ്ങി. കോട്ടയം മണ്ഡലത്തിലെ 1198 പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നു. 7524 ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിതരായിട്ടുള്ളത്. പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ അടക്കമുള്ള ജില്ലയിലെ 1564 പോളിംഗ് ബൂത്തുകളിൽ 1173 ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2200ഓളം പോലീസ് ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ പോലീസ് അർദ്ധസൈനിക വിഭാഗവും സുരക്ഷയ്ക്കായി നിയോഗിതരായിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 1315 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. 6 പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളും ജില്ലയിലുണ്ട്. ഇവിടങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സൂക്ഷ്മ നിരീക്ഷകരെയും നിയമിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 418 പ്രശ്ന സാധ്യതാ ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ. കണ്ണൂർ ജില്ലയിലെ 21,16,876 വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക. 1866 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. എല്ലാ ബൂത്തുകളിലും ആവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. പോളിംഗ് ഉദ്യോഗസ്ഥർ ഇന്ന് വൈകുന്നേരത്തോടെ വിവിധ ബൂത്തുകളിൽ എത്തിക്കഴിഞ്ഞു. 418 പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ അധിക സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട്. 21 കമ്പനി കേന്ദ്രസേനയെ ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ നിയോഗിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയും വോട്ടെടുപ്പിന് പൂർണ്ണ സജ്ജമായി. കോഴിക്കോട് മണ്ഡലത്തിൽ 1206 വടകരയിൽ 1207 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലെ 141 പ്രശ്ന സാധ്യതാ ബൂത്തുകളിലും മാവോവാദി ഭീഷണിയുള്ള 43 ബൂത്തുകളിലും പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്ക് പുറമെ കർണാടകയിലെ 14 സീറ്റുകളിലും രാജസ്ഥാനിലെ 13 ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും 8 വീതം മണ്ഡലങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്. മധ്യപ്രദേശിൽ 7 ബീഹാറിലെയും അസമിലെയും 5 വീതം സീറ്റുകളിലും ഛത്തീസ്ഗഡിലെയും പശ്ചിമബംഗാളിലെയും 3 വീതം മണ്ഡലങ്ങളിലും മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും ഓരോ മണ്ഡലത്തിലും നാളെ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഈ മാസം 29-ന് രാവിലെ 11 മണിക്കുള്ളിൽ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കുമാണ് കമ്മീഷൻ കത്തയച്ചത്. രാജസ്ഥാനിലെ ബസ്വലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പരാതി ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോട്ടയത്ത് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിനെതിരെയാണ് ബിജെപി പരാതി നൽകിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തുകളിൽ ആൾമാറാട്ടം ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ തടയാൻ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കണ്ണൂർ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അരുൺ കെ വിജയൻ. അന്ധത മൂലം ബാലറ്റ് യൂണിറ്റിൽ പതിപ്പിച്ച ചിഹ്നങ്ങൾ കാണാൻ സാധിക്കാതിരിക്കുകയോ ശാരീരിക അവശത മൂലം ബാലറ്റ് യൂണിറ്റിൽ വിരൽ അമർത്തി വോട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന വോട്ടർമാർക്ക് സഹായിയുടെ സേവനം അനുവദിക്കും. പത്തനംതിട്ടയിൽ നാളെ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക ചോർന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി. കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലർക്ക് യദുകൃഷ്ണനെ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു. PDF നൽകിയ പട്ടിക യദുകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30-ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പാലക്കാട് ജില്ലയിൽ മറ്റന്നാൾ വരെ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലത്തും തൃശൂരും 39 ഡിഗ്രി വരെയും കണ്ണൂരും കോഴിക്കോടും 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 486 പോയിന്റ് ഉയർന്ന് 74,339-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 168 പോയിന്റ് നേട്ടത്തിൽ 22,570-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 53,000 രൂപയും ഗ്രാമിന് 6,625 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ. സംസ്ഥാനത്ത് നാളെ പൊതു അവധി. സുരക്ഷിതമായ വോട്ടെടുപ്പിനായി 66,000-ലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്ത് വിന്യസിച്ചു. തത്സമയ നിരീക്ഷണ സംവിധാനം ബൂത്തുകളിൽ ഏർപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായ ആരോപണത്തിൽ നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.